ഇപ്പോൾ ജയ് ഗണേഷിനെ കുറിച്ച് എനിക്കറിയില്ല അത് ഏത് രീതിയിൽ ആൾക്കാർ സ്വീകരിക്കാൻ പോകുന്നത്. നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആൾക്കാർ എവിടെയാണ് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമുക്കറിയില്ല. രണ്ടാമത്തെ ദിവസം ചെയ്ത് ഒട്ടും വർക്കാവും. എനിക്ക് പുള്ളിയോട് പറയാനും ധൈര്യമില്ല. കാരണം ധൈര്യമല്ല, അതെനിക്ക് അയാളെടുത്ത എഫേർട്ട് എന്താണെന്ന് എനിക്ക് അറിയാം. മോശമാണ്, കൂടുതൽ മോശമാണ്. മൂന്നാം ദിവസം ഞാൻ തീരുമാനിച്ചത് ശരിയാവുന്നില്ല, നിർത്താം. പുള്ളിയിലോട്ട് എത്താനുള്ള ബേസിക് കാരണം അയാളുടെ പവർഫുൾ ഹാൻഡ്സ് ആണ്. കാരണം ഇയാളുടെ ഹീറോയിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അയാളുടെ ഹാൻഡ്സേ ഉള്ളൂ. അത് ശരിക്കും ടേക്കിലുള്ള പ്ലാൻ ചെയ്തായിരുന്നോ അതോ സംഭവിച്ചതായിരുന്നോ? അങ്ങനെ ഒരു ടേക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ടേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വീണ് പുറപ്പൊളിഞ്ഞു. ഈ പേര് ജയ് ഗണേഷ്, ഉണ്ണി മുകുന്ദൻ കോ-പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ കുറ്റം പറഞ്ഞവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ ചിന്തിക്കുമ്പോൾ ശരിയാണ്. അതായത് ഇവിടെ ഒരു വലിയൊരു സംഭവം ഉണ്ടായി, വലിയ വിവാദമൊക്കെ ഉണ്ടായി, അതിന് ഒരു മാസം കഴിയുമ്പോൾ സിനിമ അനൗൺസ് ചെയ്തു. ഞാൻ രാമൻ്റെ നേതൃത്വത്തിൽ അനുസിത്താരനെ കാണുമ്പോൾ അനുസിത്താര അങ്ങനെ പരിചിതമായ ഒരു സംഭവമല്ല. പക്ഷെ എനിക്ക് അവരെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഓക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. സുസുവാൽമയും പൃഥ്വിരാജ് വെച്ച് അനൗൺസ് ചെയ്ത സിനിമയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ സിനിമ അനൗൺസ് ചെയ്തു. ഈ സൂപ്പർ സ്റ്റാർസിലേക്ക് പോകുന്നതിനും ഈ പറഞ്ഞൊരു പെട്ടെന്ന് ചെയ്യണം എന്നുള്ളത് തന്നെ ഒരു അതിനൊരു തടസ്സമായി? ഇല്ല, അതൊരു തടസ്സമല്ല. കാരണം ഞാൻ 5 വർഷം വെയിറ്റ് ചെയ്തിട്ടാണ് വർഷം ചെയ്തത്. ഞാൻ മമ്മൂട്ടിക്കും മോഹൻലാലിനും വേണ്ടി അത് വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രഞ്ജിത്ത് ശങ്കർ. വെൽക്കം. ജയ് ഗണേഷ് 15ാമത്തെ സിനിമയാണ്, തിയേറ്ററിൽ എത്താണ്. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വരുന്ന തന്നെ ആദ്യം ഇങ്ങനെ ഒരു തോട്ട്, അതിലേക്ക് ഉണ്ണി മുകുന്ദൻ കൂടെ പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ തീരുമാനിക്കണത് എങ്ങനെയാണ്? ജയ് ഗണേഷ് ആക്ച്വലി ഒരു 10-12 വർഷം മുമ്പ് ഉണ്ടായ ഒരു ഐഡിയ. അന്ന് പക്ഷേ വീൽ ചെയർ ഒന്നുമില്ല, ഒരു പ്രോപ്പർ നായകൻ, അയാൾ കുറച്ച് ഹീറോയിക്കാണ്. അയാൾ ആ ബേസിക് തോട്ടും അതിൻ്റെ ഒരു പരിപാടിയും ഇപ്പോൾ കമേഴ്ഷ്യലി വർക്കാവാൻ സാധ്യതയുള്ളൊരു സംഭവമാണെന്ന് അന്ന് തോന്നിയിരുന്നു. പുണ്യാളനൊക്കെ തൊട്ട് മുൻപാണ് അത്. അതിനുശേഷം ആ സമയത്ത് അതിനുശേഷം അത് പല കാരണം കൊണ്ട് ചെയ്തില്ല എന്നുള്ളതാണ്. പലപ്പോഴും പലരോടും സംസാരിച്ചു, പക്ഷെ എന്തോ ഒരു സംതിങ് വാസ് ലാക്കിങ്. പുണ്യാളൻ 1-ന്റെയും മുന്നേ 12 ഒക്കെ ആയിരിക്കും. പക്ഷെ ചെയ്യാൻ എന്തോ ഒരു സംഭവം ഒരു മിസ്സിങ് ആയിരുന്നു. നമുക്കൊരു ഡ്രൈവ് വേണമല്ലോ ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നെ വെറുതെ ഒരു സിനിമയിൽ പോകും. ആ ഡ്രൈവ് എന്തോ, അപ്പോൾ വെറുതെ ഒരു കമേഴ്ഷ്യൽ സിനിമ ചെയ്യാന്നുള്ള അപ്പുറത്ത് നമ്മളെന്തെങ്കിലും നമ്മളായിട്ടുള്ള എന്തെങ്കിലും അതിലുണ്ടെങ്കിലാണ് അത് കുറച്ച് എക്സൈറ്റിംഗ് ആവുന്നത്. അപ്പോൾ അതില്ലായിരുന്നു അന്ന്. പിന്നെ അപ്പോൾ കുറേ വർഷം കഴിഞ്ഞല്ലോ, കുറേ വർഷം കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും ഒരു കഥ വേണം എന്ന് ആലോചിച്ചപ്പോൾ ആദ്യം തീരുമാനിച്ച ഒരു കമേഴ്ഷ്യൽ സിനിമ ചെയ്യണം. അത് ഇപ്പോഴത്തെ തിയേറ്ററിൽ ജനങ്ങൾ വന്ന് കണ്ട് വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമ. അപ്പോൾ അതൊരു ചലഞ്ച് തന്നെയാണ് ഇപ്പോഴത്തെ സിനിമയുടെ സാഹചര്യത്തിൽ. അപ്പോൾ അങ്ങനെ വേണം എന്നായിരുന്നു. അങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിന് വേണ്ട കഥകൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ 3-4 കഥ ഉണ്ട്, ഒരു പൊട്ടൻഷ്യൽ കമേഴ്ഷ്യൽ. ഞാൻ കമേഴ്ഷ്യലായിട്ട് പ്രോപ്പർ കമേഴ്ഷ്യൽ സിനിമകൾ കുറച്ച് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം പല എനിക്കിഷ്ടമുള്ള സിനിമകളും. പക്ഷെ അന്ന് നമ്മുടെ മലയാളമായതുകൊണ്ട് തെറ്റില്ലാതെയൊക്കെ പോയി. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ 3-4 കഥകളിൽ ഒന്ന് ഇതായിരുന്നു. അപ്പോൾ എന്നാലും അതിലെന്തോ അന്നുണ്ടായിരുന്ന അതേ ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം രാവിലെ ജിമ്മിൽ പോകുന്ന വഴിക്കാണ് ഒരാളെ കാണുന്നത്. എന്നുവെച്ചാൽ പുള്ളി വീൽ ചെയറിലാണ്, പക്ഷേ എക്സ്ട്രീംലി സാധാരണ വീൽ ചെയറിലെ ആളെ പോലെ അല്ല. വളരെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഹാൻഡ്സമാണ്, ഭയങ്കര സോഷ്യലാണ് അയാൾ, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ റെഗുലർലി ആ സമയത്ത് അയാളെ കാണാൻ തുടങ്ങി. ഞാൻ ഡെയിലി ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് അയാളെ പോലെ ഒരാളാക്കിയാലെന്നൊരു തോന്നലുണ്ടായി. കൊച്ചിയിൽ തന്നെ. കൊച്ചിയിൽ തന്നെ. അപ്പം ആക്കിയാൽ കൊള്ളാൻ തോന്നലുണ്ടായി. പിന്നെ അത് അവിടെ വെച്ചു. എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങനെ ഒരാൾ, ശരിക്കും പറഞ്ഞാൽ വീൽ ചെയറിൽ ഒരാളുടെ ഒരു ലവ് സ്റ്റോറി ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, വേറെ സ്ക്രിപ്റ്റായിട്ട്. അപ്പോൾ അത് ആക്ച്വലി ടോക്സിക് ലവറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഇതാണ് ഇപ്പോൾ ഏറ്റവും ഭയങ്കര പ്രോബ്ലം. ഇപ്പോൾ നമ്മളൊരാൾ വീൽ ചെയറിലാണ്, അയാളോട് സിമ്പതിയോടുകൂടി നമ്മൾ നോക്കുക എന്ന് പറഞ്ഞാൽ ആസ് എ സൊസൈറ്റി വി ഹാവ് നോട്ട് ഇവോൾവ്. അവരെ നമ്മൾ ഈക്വലായിട്ട് നോക്കുക എന്നുള്ളതാണ് അതിൽ വേണ്ടത്. അപ്പോൾ പെട്ടെന്ന് ടോക്സിക് ലവർ എന്ന് കേട്ടപ്പോൾ ഒരു ഹരിതയ്ക്ക് ഒരു അയ്യോ അങ്ങനെ എന്ന് പറഞ്ഞാൽ അവർക്ക് ആയിക്കൂടെ, അങ്ങനെ ആവാമല്ലോ. അപ്പം അങ്ങനെ സ്ക്രിപ്റ്റ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ ഇതിനുവേണ്ടി കുറച്ച് റിസർച്ച് ചെയ്തിരുന്നു ഇയാളെ കാണുന്നതിന് മുന്നേ. അത് വേറൊരു സ്ക്രിപ്റ്റായിരുന്നു, പക്ഷെ അതെങ്കിലും തീരെ കമേഴ്ഷ്യലല്ല. അത് അപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ആ റിസർച്ച് എല്ലാം കുറച്ചുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാനൊരു ആലോചനയുണ്ട്. പക്ഷേ ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എങ്ങനെ ഇത് ചെയ്യും, ഇതിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡാണ്, വീൽ ചെയറുകൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനത് അങ്ങനെ വിട്ടു കഴിഞ്ഞപ്പോഴേക്ക് സ്ക്രിപ്റ്റൊക്കെ ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് ഫസ്റ്റ് സ്റ്റേജ് അന്നേ ഉണ്ടായിരുന്നു. പിന്നെ അത് കണ്ടിന്യൂസ്ലി പല സമയത്ത് ആലോചനയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഒരു വേറെ ലെവൽ സ്ക്രിപ്റ്റായി നിൽക്കായിരുന്നു, തെറ്റില്ലാത്തൊരു സ്ക്രിപ്റ്റായി വന്നത്. പിന്നെ ഞാൻ ഒരു ദിവസം ഈ ജിമ്മിൽ തന്നെ പോകുമ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ റെഗുലർലി വേറൊരാളെ കാണാൻ തുടങ്ങി, ഇഗെയിൻ വീൽ ചെയർ. പക്ഷേ ഇയാളുടെ അത്ര ഹാപ്പി അല്ല, ഒരു നോർമൽ വീൽ ചെയറിൽ ആളുടെ ഒരു ഹെൽപ്പറുണ്ട്. അങ്ങനെ
അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ഇതിൽ എന്തൊരു ഡെസ്റ്റിനി ഉണ്ട്, ഇത് വീൽ ചെയറിലാക്കാവുന്നതാണ് എന്ന് ആലോചിച്ച് ഞാൻ പിന്നെ ആക്കി നോക്കിയാലെന്ന് ആലോചിച്ചിട്ട് ഈ സ്ക്രിപ്റ്റ് ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നി. കാരണം ഇത് ഇമ്പോസിബിളാണ് ഇത് ചെയ്യാൻ. അപ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് ആയി, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ അങ്ങനെ ഒരു സിനിമയും എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്നില്ല. ഒരു ക്യാരക്ടർ ഫുള്ളി ഇൻ വീൽ ചെയർ, പക്ഷെ എന്നാൽ അങ്ങനെ ഒരു ഫുൾ ത്രില്ലറോ അങ്ങനത്തെ ഒരു കമേഴ്ഷ്യൽ സിനിമയൊന്നും ചെയ്തിട്ടുള്ള ഒരു സിനിമയില്ല അദ്ദേഹം. അങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ പിന്നെ ആരും അഭിനയിക്കാം എന്നാലോചിച്ചപ്പോഴും പലരും ആലോചിച്ചിട്ട് ഉണ്ണിയിലോട്ട് എത്താനുള്ള ബേസിക് കാരണം അയാളുടെ പവർഫുൾ ഹാൻഡ്സ് ആണ്. കാരണം ഇയാളുടെ ഹീറോയിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അയാളുടെ ഹാൻഡ്സേ ഉള്ളൂ. അപ്പോൾ ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ജിമ്മിൽ കുറച്ച് പോകുന്നുണ്ട്, എനിക്കതിനെക്കുറിച്ച് മനസ്സിലായ കാര്യം ഇപ്പം ഞാൻ എന്നെ പോലെ ഒരു കൊല്ലം കൊണ്ടൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നല്ലത്, അത് നിൽക്കില്ല. ഉണ്ണിയൊക്കെ ഒരു ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച് 30 വർഷത്തെ അധ്വാനം ഉണ്ടായ കൈകളാണ്, ആ കൈകൾ ഡിഫറെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സിനിമയിൽ പല സീക്വൻസും ഉണ്ണി ആയതുകൊണ്ടാണ് ചെയ്യാൻ പറ്റിയതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സിംഗിൾ ഷോട്ടിലൊക്കെ വേറെ ആൾക്കത് ബുദ്ധിമുട്ടാവുമായിരുന്നു. കാരണം ഞാൻ ഈ വീൽ ചെയറിൽ ഞാൻ ഉരുട്ടി നോക്കിയപ്പോൾ പറ്റില്ല, അത് അത്രയും തളർന്നു പോകുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഉണ്ണീനെ കണ്ടു, ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ പുള്ളിക്ക് അത് എക്സൈറ്റിംഗ് ആയിരുന്നു. അപ്പം പുള്ളിയുടെ ഒരു ഫ്രണ്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്നത്, അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്കൂളിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ട്, പുള്ളി പറഞ്ഞു ആ ഫ്രണ്ട് ഗുജറാത്തിൽ ഇപ്പോഴും ഉണ്ട്, ഈസ് എ വെരി സക്സസ്ഫുൾ ബിസിനസ് മാൻ. അപ്പം പുള്ളിയും ഉണ്ണിയും കൂടെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾ ഉണ്ണിയേക്കാൾ ഫാസ്റ്റായിട്ട് സ്റ്റെപ്പ് കയറി ക്ലാസ്സിലെത്തും. അയാളുടെ കൈ അത്ര പവർഫുള്ളാണ്. കൈയുണ്ട്, കൈ അത്രയും പവർഫുള്ളാണ്. അപ്പം ഉണ്ണി പറഞ്ഞാൽ എൻ്റെ കൈ എത്ര ഉണ്ടോ അതിൻ്റെ ഇരട്ടിയുണ്ട്, അയാളുടെ മസിൽസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ചെറുപ്പം തൊട്ട് അതാണല്ലോ. അപ്പോൾ അയാൾക്കത് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. എന്നേക്കാൾ കൂടുതൽ ആൾക്ക് അറിയാം. ഇപ്പം ഞാൻ സൂസ് ചെയ്തപ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത് ഭയങ്കര റെഫറൻസാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ അതിലിപ്പോൾ സ്റ്റോറി വൈസ് തന്നെ ആദ്യം ഞാൻ ആലോചിച്ച് ഈ ഉണ്ണിയുടെ ഫ്രണ്ടിനുണ്ടായിരുന്ന പോലെ തന്നെ അയാൾക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴാണല്ലോ കാല് പോയത്. പിന്നെ ആ കാല് ഒരിക്കലും വളരത്തില്ല, ഈ ബോഡി വളരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അത് ഒരു നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം കാലുണ്ടല്ലോ. പിന്നെ അതിന് അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ എനിക്കത് മനസ്സിലായി. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ആക്സിഡൻ്റ് ആക്കി. അപ്പോൾ അത് അയാളുടെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഇയാൾക്കും അതിലൊരു ഇതുണ്ട്. അപ്പോൾ അയാൾ ഫിസിക്കലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അയാൾ സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇനി തിരക്കായിട്ട് 1-2 സ്ക്രിപ്റ്റ് ഉൾപ്പെടുത്താവുന്നതാണ്. ബിക്കോസ് ഒരാൾ പെർഫോം ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കത് ചിന്തിക്കാമല്ലോ. അങ്ങനെ വന്നു. പിന്നെ ഞങ്ങൾ 1-2 പ്രാവശ്യം സംസാരിച്ചു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് അതിലോട്ട് ഉണ്ണി വരുന്നത്. ഇതിൽ ആദ്യം എനിക്കൊന്ന് ആദ്യം പേര് ശ്രദ്ധിക്കപ്പെട്ടു, പക്ഷെ അതിന്റെ ശേഷം വരുന്നത് ഈ വീൽ ചെയറിൽ വാതിൽ കടക്കാൻ നിൽക്കുമ്പോൾ മറിഞ്ഞു വീഴുന്നത് അത് റിയൽ ആണെന്നുള്ള രീതിയിൽ ഒക്കെ അന്ന് അത് ശരിക്കും ടേക്കിലുള്ള തന്നെ പ്ലാൻ ചെയ്തായിരുന്നു അതോ സംഭവിച്ചതായിരുന്നു? അപ്പൊ ട്രെയിലറിലും അത് കാണുന്നു. അങ്ങനെ ടേക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അങ്ങനെ ടേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വീണ് പുറം പൊളിഞ്ഞു പോകും. അത് നമ്മൾ ഈ ചെയ്ത ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു സ്ക്രിപ്റ്റ് വീൽ ചെയറിൽ വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തായിരുന്നു. അപ്പം ചെന്നൈ IIT ഡെവലപ്പ് ചെയ്തിട്ടുള്ള ന്യൂ മോഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയിലത്തെ ഒരു വീൽ ചെയർ അറ്റാച്ച് ചെയ്യാവുന്ന ഒരു സാധനം ഉണ്ട് ഓൾറെഡി. കൊച്ചിയിൽ തന്നെ ഒരുപാട് പേരുണ്ട് അത് യൂസ് ചെയ്യുന്നത്. അത് വളരെ എക്കണോമിക്കലാണ്, അത് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അപ്പം അവരായിട്ടൊക്കെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ വീൽ ചെയറിൽ നമ്മൾ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ടാണ് പുള്ളിക്ക് അപകടം പറ്റാതിരുന്നത്. ബിക്കോസ് ദാറ്റ് ഇസ് ഡിസൈൻ ലൈക്ക് ദാറ്റ്. അത്രയും സേഫ്റ്റി ഉണ്ട് അതിൽ. അത് ആക്ച്വലി വാതിൽ തുറന്ന് അകത്തേക്ക് വരിക എന്നുള്ളൊരു ഷോട്ട്. പക്ഷെ വാതിൽ തുറന്ന് അകത്തേക്ക് പുള്ളി വീണുപോയി. ഇത് പ്ലാൻ പ്ലാൻ ചെയ്തിട്ട് ആ ഷോട്ട് എങ്ങനെ എടുക്കാൻ പറ്റും? കാരണം നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇത് സിംഗിൾ ഷോട്ടാ. പക്ഷെ അങ്ങനെ കിട്ടിയതുകൊണ്ട് ഞാൻ സിനിമയിൽ ഉപയോഗിച്ചു. ട്രെയിലറിലും അത് കിടപ്പുണ്ട്. ട്രെയിലറിലും ഉണ്ട്, സിനിമയിലുണ്ട്. അത് ഈ പേര് ജയ് ഗണേഷ്, ഉണ്ണി മുകുന്ദൻ കോ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ വന്നപ്പോൾ തന്നെ മാളികപ്പുറത്തിന് ശേഷം ആയതുകൊണ്ട് ഇപ്പൊ നടക്കുന്ന പൊളിറ്റിക്കൽ ചർച്ചകളുമായി ബന്ധിപ്പിച്ച് അതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ എനിക്ക് തോന്നുന്നു കുറേ മുമ്പ് പുണ്യാളൻ സെക്കൻഡിനെ പറ്റി പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, തിയേറ്ററിൽ ദേശീയഗാനം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറയുന്ന ക്യൂ നിന്ന് ആൾക്കാർ പൈസയ്ക്ക് വേണ്ടി തളർന്നു വീഴുന്ന ഒരു സമയത്തുള്ള ഫ്രസ്ട്രേഷൻ നിന്നാണ് പുണ്യാളൻ 2 പറ്റി ചിന്തിച്ചത്. അത്തരത്തിൽ ഇങ്ങനൊരു പൊളിറ്റിക്കലി ആൾക്കാർ ഇതിനെ വായിച്ച ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നു, പക്ഷെ അന്ന് അങ്ങനെ വായിച്ചപ്പോൾ എന്താ തോന്നി ഒരു പടം തുടങ്ങാനിരിക്കുമ്പോൾ? ഇല്ല, എനിക്ക് അവരെ മനസ്സിലായി. അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം ആ ടൈമിങ് ഭയങ്കര കറക്റ്റായി പോയി. യഥാർത്ഥത്തിൽ ഞാൻ ഈ സിനിമയ്ക്ക് ജയ് ഗണേഷ് എന്ന് പേരിടുന്നത് ഞാൻ ഉണ്ണിയെ കാണുന്നതിന് മുന്നേ. കാരണം എനിക്ക് ആ ടൈറ്റിൽ ഇഷ്ടപ്പെട്ടു, അത് നല്ല കമേഴ്ഷ്യൽ ടൈറ്റിലാണെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ അപ്പുറേ ചേമ്പിൾ രജിസ്റ്റർ ചെയ്തു ആ ടൈറ്റിൽ. അതിന് ശേഷം ഉണ്ണിനെ കാണുന്നത്. അപ്പം അതെങ്ങനെയോ അങ്ങനെ വന്നു ഭവിച്ചു എന്നുള്ളതാണ്. അതിനിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഈ കുറ്റം പറഞ്ഞവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവർ ചിന്തിക്കുമ്പോൾ ശരിയാ. അതായത് ഇവിടെ ഒരു വലിയൊരു സംഭവം ഉണ്ടായി, വലിയ വിവാദമൊക്കെ ഉണ്ടായി, അതിന് 1 മാസം കഴിയുമ്പോൾ സിനിമ അനൗൺസ് ചെയ്യുന്നു.
അപ്പോൾ പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതല്ല. പിന്നെ എനിക്ക് അവസാനം തെളിവായിട്ട് ഫിലിം ചേംബർ സർട്ടിഫിക്കറ്റ് ഒക്കെ ഫേസ്ബുക്കിൽ ഇടേണ്ടി വന്നു. അതായത് ഞാൻ ഇതിനൊക്കെ വളരെ മുമ്പ് റൈറ്റർ രജിസ്റ്റർ ചെയ്ത് അതിപ്പോൾ തിരുത്താൻ പറ്റില്ല, അവിടെ ഉള്ളതാണല്ലോ, തെളിവുള്ളതാണല്ലോ. അതൊക്കെ ഒരു ദുരന്തമാണ് അങ്ങനെ ഇടുന്നത്. പക്ഷെ അത് ഇട്ടില്ലെങ്കിൽ പലർക്കും അതൊരു കൺഫ്യൂഷൻ ആവുമായിരുന്നു. മുമ്പ് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഇന്റർവ്യൂവിൽ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, രഞ്ജിത്ത് ശങ്കർ ആദ്യം സംസാരിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്ത് സെക്കൻഡ് സംസാരിക്കുമ്പോൾ കഥ ഇങ്ങോട്ട് സെക്കൻഡ് സെഷനിൽ പറയും ഇത് എന്റെ കാര്യമാണല്ലോ എന്ന് തോന്നുന്നു. അതെന്താ, അതെല്ലാം ഇപ്പോഴും ഉള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഞാൻ രാമന്റെ എന്തോട്ടൊക്കെ ചെയ്യുമ്പോൾ ചാക്കോച്ചൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇയാൾ പോവില്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ. അപ്പം ഞാൻ ഇയാളെ മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. എനിക്ക് ചാക്കോച്ചനെ അറിയില്ലല്ലോ. അപ്പം അത് വളരെ കുറച്ച് ഫിലിം മേക്കേഴ്സിന് ചിലപ്പോൾ പറ്റുള്ളൂ. നമുക്ക് അതിന് സക്സസ് വലിയ ഇമ്പോർട്ടൻ്റ് ഘടകമാണ് കേട്ടോ. ഞാൻ സക്സസ്ഫുൾ ആയി നിൽക്കുമ്പോഴേ അങ്ങനെ ഒരു ആക്ടർ കൂടെ സഹകരിക്കൂ, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം അങ്ങനെ വൈകുന്നേരം ഇരിക്കുമ്പോൾ അവരുടെ കുറേ ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അവർ പറയാൻ ഇപ്പോൾ ചാക്കോച്ചൻ പറയാൻ മരം കയറും, മരം കയറില്ല. അപ്പം ഞാൻ രാമൻ്റെ ആന്തോളം മരം കയറുന്ന സീനുണ്ട്. മരം കണ്ട പുള്ളി ഞെട്ടിപ്പോയി, ഈ മരമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചെറിയ മരമാണ് എനിക്ക് കയറാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ക്രെയിനൊക്കെ വെച്ചിട്ടാണ് അവരെ കയറ്റിട്ട് വന്നത്, വലിയ മരം വരുന്നത്. ഉണ്ണിയെ സംബന്ധിച്ചും ഉണ്ണി ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഗായ് ഇൻ ദ സെൻസ്, പുള്ളി അങ്ങനെ ഒരു ആക്ടർ ഉണ്ടോ അവിടെ. അതായത് കേരളത്തിലല്ലാതെ ഗുജറാത്തിൽ 10-20 വർഷം ജീവിച്ച് അയാൾ ഇവിടെ ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചു. ആ സിനിമ സൂപ്പർ ഹിറ്റായി. എന്നിട്ട് അഭിനയം നിർത്തി തിരിച്ചു പോയി. അയാൾ ഗുജറാത്തിൽ പോയി. പുള്ളിക്ക് അറിയില്ല, ഇവിടുത്തെ സിനിമ അറിയില്ല. അത് കഴിഞ്ഞ് ഇവിടെ ഒരു കോളേജിലൊന്ന് ജോയിൻ ചെയ്തു ഡിഗ്രി പഠിക്കാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും ആൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ പല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരാളാണ് അയാൾ. അപ്പം അങ്ങനെയുള്ള അതുണ്ട്. അപ്പം അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മളത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ബിക്കോസ് ഞാൻ ശ്രമിക്കുന്നത് എന്താ അറിയോ, ഈ എൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ പ്രോബ്ലം എന്താ വെച്ചാൽ ഇത് കുറച്ച് ടഫാണ് ക്യാരക്ടേഴ്സ് എല്ലാം. അത് എന്തുകൊണ്ടോ അങ്ങനെയാണ്. അപ്പോൾ ഇവരെ എവിടെയെങ്കിലും ഇവർ പിടിക്കാൻ പറ്റുന്ന ആക്ടേഴ്സിന് ഈ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് ഭയങ്കര പാടായിരിക്കും ഇത് ചെയ്യാൻ. അത് കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഇപ്പം ഇത് ഒരു പ്രൈമൽ ലെവലിൽ ഇത് കണക്ട് ചെയ്യിക്കാൻ നമുക്ക് ഇവരെ കൊണ്ട് കണക്ട് ചെയ്യിക്കാൻ പറ്റിയ പിന്നെ സിമ്പിളാണ്. നമ്മൾ ഏത് ആക്ടറിനെ കൊണ്ട് നമുക്ക് അഭിനയിപ്പിച്ചെടുക്കാം. ആക്ടിങ് ഇല്ലാത്ത ആളെ കൊണ്ട് അഭിനയിപ്പിച്ചെടുക്കാം. നല്ല അറ്റ്മോസ്ഫിയർ സെറ്റ് ഉണ്ടായാൽ മതി. ബട്ട് ഐ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ്. ഇപ്പം ഞാൻ രാമൻ്റെ അന്തോളത്തിൽ അനുസുത്താരനെ കാണുമ്പോൾ അനുസുത്താര അങ്ങനെ പരിചിതമായ ഒരു സംഭവമല്ല. പക്ഷെ എനിക്ക് അവരെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഓക്കെ ആണെന്ന് എനിക്ക് തോന്നി. ആ ക്യാരക്ടറിന് അവർ ഓക്കെയാണ്. ആ ക്യാരക്ടർ ഇപ്പോഴും അനുസിത്താരയുടെ കരിയറിൽ ആ ക്യാരക്ടറിന് അവർ ആപ്റ്റാണ്. അതാണല്ലോ അവർ നോക്കുന്നത്. അപ്പോൾ അതിന് അവരിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സാധനം കൂടെ ഉണ്ട്. അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് ഡെവലപ്മെന്റ് ഒരു ഭാഗമാണ്. കാരണം എനിക്ക് അങ്ങനെ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ഒരുമിച്ചുള്ള പ്രോസസ്സ്. അതായത് അയാളുടെ കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടിട്ട് അത് അങ്ങനെ എല്ലാ സിനിമയും ചെയ്യാറുള്ളത്. അങ്ങനെ ആയാലും അത് ശരിയാവത്തുള്ളൂ. എൻ്റെ കുറേ സാധനം ഓൾറെഡി അതിലുണ്ടാവും, എല്ലാ ക്യാരക്ടറിലും ഉണ്ടാവും. അപ്പോൾ അവരുടെ കൂടെ വരും. അങ്ങനെയാണ്. നമുക്ക് ആദ്യ സിനിമയിലേക്ക് പോയാൽ ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഒരു ന്യൂ വേവ് എന്നൊക്കെ ട്രാഫിക്കിന് എപ്പോഴും പറയാറുണ്ട്, ഒരു ചേഞ്ച് എന്നുള്ള. പക്ഷെ അതിന്റെ ഒപ്പം പറയപ്പെടുന്ന ഒന്നാ പാസഞ്ചർ. അത് പറയേണ്ടതും കൂടി എന്നാണ്, തർക്കമില്ല ആ കാര്യത്തിൽ. പക്ഷെ പാസഞ്ചറിന്റെ എൻഡില് ഇതാരപ്പ ഒരു സൂപ്പർ മാൻ എന്നൊക്കെ ചോദിച്ചിട്ടാണുള്ളത് എൻഡ് ചെയ്യണത്. അതേപോലെ ശ്രീനി സാർ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും അറിയാത്ത പോലെ എന്തുകൊണ്ടാണ് പുള്ളി ഒരു ഹീറോ ആയിട്ട് എൻഡ് ചെയ്യിക്കാമെന്ന് വിചാരിക്കാന്ന്. പാസഞ്ചറിന്റെ ആ സീനായിരുന്നു എനിക്ക് ആ സിനിമയിൽ ഏറ്റവും വിശ്വാസം ഉണ്ടായിരുന്ന സീൻ. അപ്പോൾ ആ സിനിമ ഞാനൊരു സംവിധായകനാവുന്ന ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം അത് സംവിധാനം ചെയ്യാൻ വേറെ ആരും ഇല്ലായിരുന്നു. സംവിധാനം ചെയ്യാൻ വേറെ ആരും ഇല്ലാത്തതിൻ്റെ ഏറ്റവും പ്രധാന കാരണം അവസാനമായിരുന്നു. കാരണം അവരെ കൺവിൻസ്ഡ് ആയിരുന്നില്ല. പക്ഷെ അതിൻ്റെ മാത്രമേ എനിക്ക് കൺവിക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതായിരുന്നു ആ സിനിമ. കാരണം ഒരു സാധാരണക്കാരൻ അയാളുടെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോയി എന്നുള്ളതൊക്കെ ഉള്ളൂ. അതില് ഇപ്പൊ എനിക്ക് തോന്നുന്നു ദിലീപ് സിനിമകളിൽ ഒരു കോമഡി ഉണ്ടാവാണല്ലോ എപ്പോഴും സൂപ്പർ ആയിട്ട് ഹിറ്റായിട്ട് മാറുന്നില്ല. അങ്ങനെ ഒരു എലമെന്റ് അതിന്റെ അത് അത്യാവശ്യം നന്നായി പോയ സിനിമ എങ്കിലും ഒരു വലിയ ലെവലിലേക്ക് പോവാതിരുന്നത് അതുകൊണ്ടാന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, അതാ നമ്മൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം കൊടുക്കുമ്പോൾ ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം ഇതിന്റെ പ്രേക്ഷകർ പെട്ടെന്ന് അതിലോട്ട് എത്തില്ല. കാരണം അത് കഴിഞ്ഞിട്ട് ട്രാഫിക് വരുമ്പോഴാണ് അത് കൂടുതൽ വരുന്നത്. ഇപ്പോഴും അങ്ങനെയാണ് എന്ന് കരുതി അത് സക്സസ്ഫുൾ ഫിലിം തന്നെയാണ് പാസഞ്ചർ. പിന്നെ ഇതിപ്പോ ഈ ഒരു വേവിന്റെ തുടക്കമായി അതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇത്ര നാളിന് ശേഷം ആ സിനിമ സംസാരിക്കുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്നില്ല. അങ്ങനെ പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ പറയാം ഇഷ്ടം എന്ന് പറയുന്ന സിനിമ എന്നെ സംബന്ധിച്ച് ഭയങ്കര ന്യൂജൻ സിനിമ. അതെന്താണ് നിങ്ങളൊന്നും പറയാത്തത്? ഇതൊരു മൾട്ടി നാരേറ്റീവ് ഉള്ളത് കൊണ്ടാണോ ന്യൂജൻ ആവുന്നത്? അതെന്തൊരു പുതുമയുള്ള കഥയായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെ ഏതെല്ലാം കാലത്ത് എല്ലാ സിനിമ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും മാറ്റി ഇനി ഇതാണ് എന്ന് പറഞ്ഞാൽ ഇത് അപ്പം ഉണ്ടായി വരണം. പിന്നെ ഒരു വേവ് എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ ഒരു സാധനമുണ്ട്, വേവ്, തുടർച്ച. അപ്പോൾ ആ പാസഞ്ചറിന് അന്നൊരു തുടർച്ച ഉണ്ടായില്ല. പിന്നെ ട്രാഫിക്കിന്റെ ഡിജിറ്റൽ ആയതുകൊണ്ടും കൂടെ അതല്ല, പാസഞ്ചറിന് അന്നൊരു സിനിമ വന്നു എന്നുള്ള ഒഴിച്ചാൽ അതിനൊരു തുടർച്ച ഉണ്ടായില്ല, അതവിടെ അവസാനിച്ചു. ട്രാഫിക്കിന് 2011 ട്രാഫിക് വന്നു, 9 പാസഞ്ചർ വന്നു. അറിഞ്ഞോ അറിയാതെയോ അതിന് വലിയൊരു തുടർച്ച ഉണ്ടായി.
അതിനുശേഷം ഒരുപാട് സിനിമകൾ ആ വർഷം തന്നെ വന്നു. അപ്പോഴാണ് ഒരു വേവ് ആവുന്നത്. അപ്പോൾ അത് വളരെ കറക്റ്റ് നിരീക്ഷണമാണ്. അങ്ങനെ തന്നെയാണ് അതിനെ വിലയിരുത്തേണ്ടത്. പിന്നെ അർജുനൻ സാക്ഷി വരുമ്പോൾ എനിക്ക് തോന്നുന്നു അമേരിക്കൻ ഡ്രീംസിനെ പറ്റി ഒരു ബ്ലോഗിൽ എഴുതിയ സമയത്ത് അതിന്റെ സ്ക്രിപ്റ്റിംഗ് സമയത്താണ് പൃഥ്വിരാജിനെ മീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ആഡ് ചെയ്തത് അല്ലെ ഇങ്ങനെയാണ് സിനിമ കഴിക്കുന്ന ഉറങ്ങുന്ന അതിൽ ജീവിക്കുന്ന മനുഷ്യൻ എഗായി എന്ന് പറഞ്ഞിട്ടാണ് അതിൽ എഴുതിയിട്ടുള്ളത്. പിന്നീടുള്ള 2 അസോസിയേഷൻ, ഒന്നിൽ കോ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായി. പക്ഷെ പൃഥ്വിരാജ് കുറച്ചുകൂടെ ഒരു വലിയ ഒരു രീതിയിലേക്ക് വളരുകയും പുള്ളി തന്നെ പറയാറുണ്ട്, എനിക്കിപ്പോൾ എന്ത് സിനിമ എൻ്റെ കയ്യിൽ വന്നാലും എനിക്കത് ഓണാക്കാൻ പറ്റും. ആ സ്റ്റേജിൽ ഒരു കൊളാബറേഷൻ ചിന്തിച്ചിട്ടില്ല? ഞങ്ങൾ ഒരുപാട് സിനിമകൾ ആലോചിച്ചാണ്, ഈയിടെയും കൂടെ കോവിഡ് സമയത്തും കൂടെ ആലോചിച്ചാണ്. പക്ഷേ പല കാരണം കൊണ്ട് പലപ്പോഴും എൻ്റെ കാരണം കൊണ്ട് അത് നടക്കാത്തത്. എൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമ ഫോർ എക്സാമ്പിൾ, ഈ സിനിമ ഞാൻ സ്ക്രിപ്റ്റൊക്കെ എഴുതി വീൽ ചെയറിലെ ആളാന്ന് പറഞ്ഞ് റെഡിയായി, എനിക്ക് അപ്പോൾ ഷൂട്ട് ചെയ്യണം. ലോങ് ടേം അത് മറ്റേ സിനിമയൊക്കെ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റി, അതുകൊണ്ടാണ് ആ സിനിമ ചെയ്തത്. അപ്പോൾ ഉണ്ണി എനിക്ക് പെട്ടെന്നൊരു ഡേറ്റ് തന്നു, അതുകൊണ്ട് സിനിമ അല്ലെങ്കിൽ ചെയ്യില്ലായിരുന്നു, അല്ലെങ്കിൽ വേറെ ആരെയും ചെയ്തേനെ, ആലോചിച്ചേനെ. അപ്പോൾ എനിക്ക് ആ കാത്തിരിപ്പ്, ഞാനൊരു സിനിമ എടുക്കാൻ ഞാൻ തയ്യാറാവുന്നതിന് എനിക്ക് വലിയ പ്രോസസ്സാണ്. ഞാൻ ഫുള്ളായി റെഡി ആയിട്ടാണ് നമ്മുടെ ആക്ടറിനെ സമീപിക്കാൻ എനിക്ക് പറ്റുള്ളൂ, എനിക്ക് അല്ലെങ്കിൽ ധൈര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ആ കാത്തിരിപ്പ് എന്ന് പറയുമ്പോഴേ അത് ഭയങ്കര പാടാണ്. അത് നമ്മുടെ കോൺഫിഡൻസ് പോകും ആ സിനിമയിലുള്ള. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു സ്റ്റാറിനെ വെച്ചൊരു സിനിമ ചെയ്യുന്നതിനേക്കാൾ ഞാൻ കോൺഫിഡൻ്റ് ആയിരിക്കുമ്പോൾ ആ സിനിമ എന്നാണ് എനിക്കിഷ്ടം. അതാണ് ആ സിനിമ നന്നാവാൻ കൂടുതൽ സാധ്യത എന്ന് എനിക്ക് തോന്നിയത്. അത് പല സിനിമയിലുണ്ട്. ഇപ്പോൾ ഞാൻ സണ്ണി എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ ഞാൻ 6 മാസം ആ സ്ക്രിപ്റ്റ് എഴുതി, എന്നിട്ട് എനിക്ക് ധൈര്യം വന്നില്ല. അത് ഒരാളെ വെച്ചിട്ട് അത് ഒരു ഫീൽ ഗുഡ് ഫിലിമാണ്, ഒരാൾ മാത്രമുള്ള ഫീൽ ഗുഡ് ഫിലിം എനിക്കറിയില്ല വേറെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ത്രില്ലറൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, അത് എളുപ്പമാണ് കുറച്ചുകൂടെ, നമുക്ക് പ്ലോട്ട് പോയിന്റ്സ് ഉണ്ട്. ഇതൊന്നുമില്ല, ഒരാൾ വെറുതെ നിൽക്കുന്നു, പിന്നെ അയാൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ അങ്ങനെ സ്ക്രിപ്റ്റ് ഞാൻ 5-6 മാസം എഴുതി. 5-6 മാസം എഴുതുന്നതിനിടയിൽ ജയനെ ഇടയ്ക്ക് വിളിക്കും, എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറയാം ഒന്നുമില്ല, ഞാൻ വെറുതെ ഇരിക്കാം. കാരണം ഇത് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ഞാൻ ഫുൾ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ഒക്ടോബർ 30 മറ്റാണ് ഞാൻ ജയനോട് പറയുന്നത്, ഇങ്ങനൊരു സാധനമുണ്ട്, നമുക്ക് ഇരിക്കാം. അതുകൊണ്ട് അന്ന് തന്നെ നമ്മൾ ഇരിക്കുന്നു. ഇത് വായിച്ചിട്ട് ഞാൻ ജയനോട് പറഞ്ഞു, അതായത് ഇപ്പം എന്താ സംഭവം എന്ന് അറിയുമോ, ഇപ്പം ഞാൻ വെച്ചാൽ കംപ്ലീറ്റ്ലി റെഡിയാണ്. വൈകുന്തോറും എൻ്റെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇത് ഒരാളും കൂടിയാണല്ലോ. അപ്പോൾ 2 ആഴ്ചയും ചിന്തിച്ച പ്രശ്നം ഇവിടെ നമുക്ക് അടുത്ത ആഴ്ച ഷൂട്ട് ചെയ്യണം, 2 ആഴ്ച വെയിറ്റ് ചെയ്യണം. നിങ്ങൾ 7 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത തയ്യാറെടുത്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പം അതുകൊണ്ടൊക്കെയാണ് അത് നടക്കാതെ പോയത് എന്നാണ്. ഒരുപാട് കഥകൾ ഞങ്ങൾ അനൗൺസ് ചെയ്തതാണ് കുറേ സിനിമകൾ. സൂസു സുതിവാൽമയും പൃഥ്വിരാജ് വെച്ച് അനൗൺസ് ചെയ്ത സിനിമയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ സിനിമ അനൗൺസ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ കമല ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വലിയ സിനിമയാണ് ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. ആക്ച്വലി 2 വലിയ താരങ്ങൾ ആണുള്ളൊരു സിനിമ. പക്ഷെ അപ്പോഴത്തേനും എനിക്ക് ആ റുട്ടീനായിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് പ്രോസസ്സ് എനിക്ക് ഭയങ്കര ബോറടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനത് ചെയ്യേണ്ടെന്ന് നോക്കിയായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അതിനുശേഷം ഞങ്ങൾ പല കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അത് ഈ കാരണം കൊണ്ടാണ് മെറ്റീരിയലൈസ് ചെയ്യാത്തത് സത്യം പറഞ്ഞു. ഈ സൂപ്പർ സ്റ്റാർസിലേക്ക് പോകുന്നതിനും ഈ പറഞ്ഞൊരു പെട്ടെന്ന് ചെയ്യണം എന്നുള്ളത് തന്നെ ഒരു അതിന്നൊരു തടസ്സമായി? ഇല്ല, അതൊരു തടസ്സമല്ല. കാരണം ഞാൻ 5 വർഷം വെയിറ്റ് ചെയ്തിട്ടാണ് വർഷം ചെയ്തത്. ഞാൻ മമ്മൂട്ടിക്കും മോഹൻലാലിനും വേണ്ടി അത് വെയിറ്റ് ചെയ്യാൻ റെഡിയാണ് ഞാൻ. അത് കുഴപ്പമില്ല. അത് ഒരു സിനിമയെ ചെയ്യുള്ളൂ. എനിക്ക് മമ്മൂട്ടിനെ വെച്ച് ഒരു സിനിമയാണെന്നുണ്ടായിരുന്നു, ഞാൻ ചെയ്തു. ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഒരു സിനിമ ഇല്ല. പിന്നെ പലപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഞാൻ തന്നെ വേണ്ടെന്ന് വെച്ചാൽ. പക്ഷേ എനിക്കത് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. അദ്ദേഹം ഇറ്റ്സ് ലൈക്ക് ഞാൻ എഴുതി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് അത് എഴുതി. ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഞാൻ 15 വർഷമായി സിനിമയിൽ നിൽക്കുന്നു. 50 വർഷമായിട്ട് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു സ്റ്റാറായിട്ടും ഒരു നടനായിട്ടും നിൽക്കുന്ന ഒരു വ്യക്തി ഇന്ത്യൻ സിനിമയിൽ ഇനി മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുമോ നമുക്കറിയില്ല. അപ്പം അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് കിട്ടി, മതി. നമ്മൾ സംതൃപ്തിപ്പെടണം. കാരണം വേറെ കൂടെ പേർക്ക് അത് വേണമല്ലോ. അപ്പോൾ അങ്ങനെ അത് കാത്തിരിക്കാം, കുഴപ്പമില്ല. വർഷത്തില് ഈ മരിച്ചു മമത പുറത്തിറങ്ങുമ്പോഴുള്ള സീനിൽ സിഗരറ്റ് വലിച്ചും പുള്ളിയാണ് പോയില്ലേ എന്ന് ചോദിക്കുന്നത്. നമ്മൾ അങ്ങനത്തെ ഹോസ്പിറ്റലിൽ ഈ മരിച്ചു എന്നുള്ള സീനുകൾ പല ഡ്രാമ ഭയങ്കരമായിട്ട് ഡയലോഗുകളൊക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട്. അത് ഭയങ്കര സട്ടിലായിട്ട് പ്രസന്റ് ചെയ്യാൻ തീരുമാനിച്ചത് എങ്ങനെയാണ്? ഓർമ്മയില്ല, അത് അങ്ങനെയാണ് എഴുതപ്പെട്ടിരുന്നെന്ന് തോന്നുന്നു. മമ്മൂക്കാന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഭയങ്കരമായിട്ടുണ്ട്. മമ്മൂക്കയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ എല്ലാ സ്റ്റാർഡത്തിൽ നിൽക്കുമ്പോഴും ഈസ് വെരി ഗ്രൗണ്ടഡ്. അപ്പോൾ അതിൽ ഒരു സീൻ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. മരിച്ചതിന് ശേഷം, ഈ സീനല്ല, ടി ജെരീവിയൊക്കെ വീട്ടിൽ ആശ്വസിപ്പിക്കാൻ വരിക. അപ്പോൾ ഞാൻ എഴുതിയിരുന്ന മറ്റൊന്നായിരുന്നു. അപ്പോൾ നമുക്ക് പറഞ്ഞു, അല്ല ഡയലോഗ് ഇതായിരുന്നു വെച്ചാൽ ഒന്നുമില്ലായിരുന്നു, ഇന്നലെ വെറുതെ ഇരുന്ന മനുഷ്യന് അങ്ങ് പോയി, എന്ത് കുഴപ്പം, ഇനി എളുപ്പമില്ലേ. പുള്ളിയോട് ഞാൻ എത്രയോ വീട്ടിൽ മുമ്പ് കേൾക്കാറുണ്ട്,
ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ. അപ്പോൾ അത് മരണ വീട്ടിൽ പോകണമല്ലോ അത് കേൾക്കാൻ ഇരുന്ന് കൊടുക്കും, അത് ഉൾക്കൊള്ളുകയും വേണമല്ലോ. അത് ഒരു പെർട്ടിക്കുലർ സ്റ്റാർഡാൻ കഴിഞ്ഞാൽ എക്സ്ട്രീംലി ഡിഫിക്കൽട്ടാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഭയങ്കരമായിട്ടുണ്ട്. ആ സീൻ ഭയങ്കര പെട്ടെന്ന് പറഞ്ഞപ്പോൾ അത് വല്ലാതെ കൊള്ളുന്നൊരു ഇതായിരുന്നു അന്നൊക്കെ തിയേറ്ററിൽ കാണുമ്പോൾ. അതുപോലെ തന്നെ മോളി ആൻറ്റിയാണ് ഒരു സ്ത്രീപക്ഷ സിനിമ എന്നൊക്കെ പറയാന്നല്ലേ തുടക്കത്തിൽ ചെയ്തിട്ടുള്ള ഒന്നാണ്. അതിൽ ദേവതി മാം അവാർഡിന് പറഞ്ഞു എനിക്ക് തന്നെയാണ് ഈ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വല്ലാതെ ഫീൽ ചെയ്തിരുന്നു. എനിക്കിത് സ്വയമാണ് ഞാൻ ആ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്താ അവാർഡ്? സ്റ്റേറ്റ് അവാർഡ് ഭൂതകാലത്ത് രേവതി മാം പറഞ്ഞു. ഒരുപാട് കാലത്ത് ആദ്യം ഞാൻ എനിക്ക് തന്നെയാന്ന് പറഞ്ഞിട്ടാ പറഞ്ഞത്. അപ്പോൾ മോളി ആൻറ്റി അത്തരത്തിൽ കുറച്ച് കാലത്തിന് ശേഷം പുള്ളിക്കാരിയെ മലയാളത്തിൽ കൊണ്ടുവന്നതല്ലേ. അന്ന് ഈ കാസ്റ്റ് എങ്ങനെയാ പ്ലാൻ ചെയ്യുന്നത്? കാരണം ഉർവശി മാം ഒക്കെ ഉള്ള ഒരു സമയത്തും ശരിക്കും മോളി ആൻറ്റി ഉണ്ടാവുന്നത് ഞാൻ വേറൊരു സിനിമ പൃഥ്വിരാജിനെ വെച്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ പൃഥ്വിരാജിൻ്റെ അമ്മയായിട്ട് കാസ്റ്റ് ചെയ്യാനാണ് രേവതി ചേച്ചിനെ കാണാൻ പോകുന്നു. അപ്പോൾ ഞാൻ രേവതിനെ കണ്ട് കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ കഥ കേട്ട് പറഞ്ഞു കഥ കുഴപ്പമൊന്നുമില്ല, പക്ഷേ രഞ്ജിത്ത് എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ, അതായത് എനിക്ക് തരാൻ നിങ്ങൾക്കൊരു അമ്മ റോളും അല്ലെങ്കിൽ ഒരു വക്കീൽ, ഒരു ഡോക്ടർ, ഇതൊക്കെ ഉള്ളൂ. അതായത് ക്യാൻ യു ടെൽ മീ ദ നെയിം ഓഫ് എ ഫിലിം വേർ ഒരു 50 വയസ്സുള്ള ഒരു മോളൊരു സ്ത്രീ ആണ് പ്രൊട്ടഗണിസ്റ്റ്. ഇറ്റ്സ് എ കമേഴ്ഷ്യൽ ഫിലിം. പക്ഷെ അത് അവർക്കൊരു അവീതം അതാവരുത്. പക്ഷെ ഇപ്പോൾ ഒരു വിമൺ പല രീതിയിൽ പോവല്ലേ. അപ്പം ഞാനൊരു 5 മിനിറ്റ് ഇരുന്ന് ആലോചിച്ചു, എനിക്ക് ഒരു സിനിമ ഓർമ്മ വന്നില്ല. അപ്പം ഈ ഒരു ആശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം തന്നെ അവരുടെ ആശയം പറഞ്ഞ് പൃഥ്വി വാസ് വെരി ഗ്രേസ്ഫുൾ എനഫ് ടു അതിൽ വില്ലനായിട്ട് അഭിനയിക്കാൻ. അതുകൊണ്ടാണ് ആ സിനിമ ഉണ്ടായത്. ഞങ്ങൾ ഒരുമിച്ചാണ് പ്രൊഡ്യൂസ് ചെയ്തത്, ഞാൻ പൃഥ്വിയും കൂടെ. അങ്ങനെയാണത് ഉണ്ടാവുന്നത്. അതിൽ എന്തുകൊണ്ടായിരിക്കും പൃഥ്വിരാജ് അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു താല്പര്യം? കാരണം അങ്ങനെ ഒരു സിനിമയാണല്ലോ, അപ്പം ഹീറോ ആയിട്ട് വരുന്ന സിനിമ അല്ല. അത് അങ്ങനെയല്ല സംഭവം. അതായത് അർജുനൻ സാക്ഷി എന്ന സിനിമയിൽ അർജുനൻ സാക്ഷി ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പരാജയമായിരുന്നു തിയേറ്ററിൽ. അപ്പോൾ എനിക്ക് മനസ്സ് മടുത്തു. ഞാൻ ഇനി സിനിമ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. സിനിമ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ച് എനിക്ക് ഈ ഡിപ്രഷൻ കളയാൻ പറ്റുന്നില്ല, പോകുന്നില്ല. അതിന് കാരണം പിന്നീട് എനിക്ക് മനസ്സിലായത് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഫെയിലിയറാണത്. എന്ന് വെച്ചാൽ എനിക്ക് എല്ലാം കുറേയൊക്കെ എളുപ്പത്തിൽ കിട്ടുന്ന ആളാണ്. പഠിക്കാൻ അത്യാവശ്യം എളുപ്പമായിരുന്നു. എനിക്ക് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് തോന്നി, അതെന്നെ കിട്ടി. എനിക്കൊരു ജോലി ടപ്പേന്ന് കിട്ടി, ചുമ്പൊരു ഇൻ്റർവ്യൂവിന് പോയി ജോലി കിട്ടി. കല്യാണം കഴിഞ്ഞ് തീരുമാനിച്ചു, അപ്പം തന്നെ ഒരു സൈറ്റ് രജിസ്റ്റർ ചെയ്തു, പിറ്റേ ദിവസം ആൾ ഓക്കെ. അങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്ന് ആലോചിച്ചു. സ്ട്രഗിൾ ചെയ്തെങ്കിൽ പോലും ടോട്ടൽ ഔട്ട് സൈഡർ വന്ന് അങ്ങനെ ഒരു സിനിമ ചെയ്തു, അത് ഭയങ്കര സക്സസ്ഫുള്ളായി. അപ്പം അങ്ങനത്തെ ആൾക്ക് കിട്ടുന്ന ആദ്യത്തെ അടിയാണത്. അത് നമ്മുടെ ഓവർ കോൺഫിഡൻസിനെ കിട്ടുന്ന ഈഗോവിനെ കിട്ടുന്ന അടിയാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അതിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല. ഐ കനോട്ട് ഗെറ്റ് ഓവർ ഇറ്റ് എന്നുള്ള സാധനമില്ലേ. അപ്പോഴാണ് പൃഥ്വിനെ വിളിച്ച് പറഞ്ഞ് ഇതിനെ അതിജീവിക്കാൻ ഒറ്റ വഴിയുള്ളൂ, വേറെ പണി. അങ്ങനെ പുള്ളിക്ക് അത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാര്യം അന്ന് ഒരു യുവതാരമായിട്ട് പുള്ളിയുള്ളൂ മലയാള സിനിമയിൽ ഇഷ്ടംപോലെ. അപ്പൊ ഞാനാണെങ്കിൽ അന്നൊരു ഫ്ലോപ്പ് ഡയറക്ടറാണ്. ഹിറ്റ് സിനിമകൾ വന്ന സമയം അതെ, ഹീറോ ആയിട്ട് പുള്ളി എക്സ്ട്രീം ഡിമാൻഡ്. ഒരാളേ ഉള്ളൂ, ഇപ്പൊ ഒരുപാട് പേരില്ലേ, ഒരാളേ ഉള്ളൂ. അപ്പം പുള്ളി ഒരു സിനിമ ചെയ്യാൻ റെഡിയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു സിനിമയെ കൊണ്ട് ലവ് സ്റ്റോറി ആയിരുന്നു. അന്ന് ലവ് സ്റ്റോറിയും ഇല്ല മലയാളത്തിൽ. അപ്പോൾ അത് നടന്നിരുന്നെങ്കിൽ നല്ലൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കഥ, ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനത്തെ ഒരു കഥയാണ് അത്. അങ്ങനെ ഒരു കഥയൊക്കെ ഉണ്ടാക്കി. ആ കഥയിൽ അമ്മ റോളിനാണ്. അപ്പോൾ ഓൾറെഡി അപ്പം ഞാൻ പറഞ്ഞു ഇതിൽ ഏറ്റവും ബേസിക് പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ പ്രൊഡ്യൂസറാണ്. കാരണം എനിക്ക് വേറെ പ്രൊഡ്യൂസർക്ക് വേണ്ടി പടം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അതാ പുള്ളി ആദ്യം പറഞ്ഞു. കാരണം എന്നെ അർജുനൻ സാക്ഷി പരാജയപ്പെട്ടപ്പോൾ എന്നെ ഏറ്റവും വേദനിപ്പിച്ചത്, എന്നെ വിശ്വസിച്ച് പൈസ മുടക്കിയ ഒരാളുടെ കുറച്ച് പൈസ പോയി. അത് നമ്മളൊരു മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്നുണ്ട്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് കണ്ടിന്യൂസ്ലി ഇത് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? അതായത് എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ആൾക്കാരെ പൈസ കളഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ പരിപാടി പറ്റില്ലല്ലോ. ഇത് വേറെ രീതിയിൽ പറ്റും. അതായത് ഒരു പ്രൊഡ്യൂസർ പറയാണ് എനിക്ക് പൃഥ്വിരാജ് വെച്ചൊരു സിനിമ വേണം, ഒരു ആക്ഷൻ സിനിമ, ഇതാണ് കഥ, നിങ്ങൾ ഡയറക്റ്റ് ചെയ്യും. അതൊന്നും ടെൻഷനൊന്നുമില്ല, അയാളതിൻ്റെ ഉത്തരവാദിത്തം എടുക്കുന്നില്ല. എനിക്ക് ആ സിനിമ ചെയ്യാനുള്ള കഴിവില്ല. എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ പോലത്തെ കഥകൾ അത് വളരെ കമേഴ്ഷ്യലും അല്ല. അപ്പോൾ അത് ചെയ്ത് ഇനി വളരെ പൈസ കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പൃഥ്വിയാണ് പറഞ്ഞത് നമുക്കൊരു കമ്പനി തുടങ്ങാം. പക്ഷെ പുള്ളിക്ക് ഓൾറെഡി കമ്പനി ഉണ്ടായിരുന്നുകൊണ്ട് എൻ്റെ പ്രോപ്പർട്ടിഷിപ്പിൽ തുടങ്ങി. പുള്ളി എൻ്റെ ഒരു ഇൻഡയറക്റ്റ് പാർട്ട്ണറായിരുന്നു. പിന്നെ അതൊരു ശീലമായിട്ട് കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ അത് 10-15 പടമായി. എല്ലാ പടവും അങ്ങനെയാണിത്.